ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എറണാകുളം KSRTC ഡിപ്പോയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുകയാണ്. മാർച്ചും ധർണയും അടക്കം നടത്തുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ DA കുടിശ്ശിക ഉന്നയിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങളെല്ലാം വേണ്ടി ചോദിക്കേണ്ടതുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്തുന്നത്? തൊഴിലാളികളെ കഴിഞ്ഞ 9.5 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിനു ശേഷം നിരവധിയായ ആനുകൂല്യങ്ങൾ നിരസിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശമ്പളം കൃത്യമായി നൽകുക ഒരു 3 മാസമായുള്ളൂ. കൃത്യമായി വർക്ക് ചെയ്ത 30 ദിവസം കഴിയുമ്പോൾ അവസാന പ്രവൃത്തി ദിവസം തരുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കൃത്യമായി ശമ്പളം നൽകി എന്നാണ്. ഈ 3 മാസ കാലമായി KSRTC പ്രത്യേക തരത്തിലുള്ള ഒരു വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ കൃത്യമായി ശമ്പളം നൽകാൻ കഴിയുന്നു. അപ്പം മനഃപൂർവ്വം ശമ്പളം നിഷേധിക്കുകയാണ് ചെയ്തത്. KSRTC DA തരാൻ പൈസയില്ല എന്നാണ് പറയുന്നത്. നിരവധിയായ മേഖലകളിൽ വാരിക്കോരി DA ആനുകൂല്യം കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട ഒരു നിവൃത്തിയില്ലാത്ത ആളുകൾ DA നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു സമീപനം, ഒരു ഇരട്ടത്താപ്പാണ് ഈ സ്ഥാപനത്തിൽ വരുന്നത്. നിരവധിയായ പ്രശ്നങ്ങൾ തൊഴിലാളികൾക്കുണ്ട്. ഇത് സ്വകാര്യവൽക്കരണത്തിൻ്റെ പാതയിലൂടെ പോവുകയാണ്. അതുപോലെ ബസ്സുകൾ വാങ്ങിക്കുന്നില്ല. കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് 2709 ബസ്സുകൾ വാങ്ങിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ ബസ്സുകൾ ഓടുന്നത്. ഈ ഗവൺമെൻറ് വന്ന ശേഷം വെറും 100 ചില്ലാനം ബസ്സുകളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാം, ഒരു എക്സ്പോ നടത്തി, അതിൽ കുറച്ച് ബസ്സുകൾ മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിരവധിയായ തൊഴിലാളി പീഡനങ്ങൾ നടക്കുന്ന ഒരു കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി KSRTC മാറിയിരിക്കുകയാണ്. സാധാരണക്കാരന് ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കും, നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്കും ജോലി ചെയ്യുന്നതിനും അതുപോലെ കുട്ടികൾക്ക് സഞ്ചരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സ്ഥാപനം, ഗവൺമെൻറ് പ്രതിബദ്ധത, ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഒരു ഗവൺമെൻറ് ഈ സ്ഥാപനത്തെ തകർക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരെ TDFിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 30-ാം തീയതി സെക്രട്ടേറിയറ്റ് നടയിലേക്ക് KSRTCയിലെ കേരളത്തിന് മുഴുവൻ ജീവനക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പരിപാടി. അതുകൂടാതെ KSRTCയിലെ എറണാകുളം ഡിപ്പോയിലെ ഒരു സഹകരണ സംഘം 2004 മുതൽ 2014 വരെ TDFിൻ്റെ KST വർക്കേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഇവിടെ ഉണ്ടായിരുന്നു. തൊഴിലാളികൾക്ക് അനുകൂലമായ രീതിയിലുള്ള നിരവധിയായ ആനുകൂല്യങ്ങൾ നൽകുന്ന, നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ച് നൽകുന്ന ഒരു സ്റ്റോർ അടക്കം, അതുപോലെ ഇതിൻ്റെ ലാഭവിഹിതം കൃത്യമായി നൽകുന്ന, കൃത്യമായി ഓഡിറ്റ് കൈകാര്യം ചെയ്ത രീതിയിൽ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സഹകരണ സംഘമാണ് KSRTC ഡിപ്പോൾ. ഇന്ന് 2 കോടിയോളം രൂപ ഇതിൽ നിന്നും കട്ടുമുടിച്ചിരിക്കുകയാണ്. ഇതിന് കൃത്യമായി അന്വേഷണം നടക്കണം. സഹകാരികളുടെ സമ്പത്തിന് സുരക്ഷിതം നൽകണം. അവർ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സംരക്ഷണം നൽകണം. കൃത്യമായ നടപടി ഉണ്ടാവണം, അന്വേഷണം. അതല്ലെങ്കിൽ ഏതറ്റം വരെയും ഈ സഹകാരികളുടെ സമ്പത്തിന് സംരക്ഷണം നൽകുന്ന ഏതറ്റം വരെയുള്ള നിയമപരമായും പ്രതിഷേധമായും മുന്നോട്ട് പോകും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൃത്യമായും സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇതിന് കാരണമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് TDF തീരുമാനിച്ചിരിക്കുന്നത്. ഈ വരുന്ന 30-ാം തീയതി എല്ലാവരെയും സംസ്ഥാനം ഒട്ടാകെ സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്.